സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടിനെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് 2 ദിവസം മുമ്പ് വന്ന ഒരു വാർത്തയാണ്, 1 ഡേ ബിഫോർ. പക്ഷെ ഇത് ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ചെറുപ്പമൊന്നല്ല, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഏകദേശമൊക്കെ. നമ്മൾ റിയാക്ഷൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ശല്യം ഒഴിവാകുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം, ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേരൊക്കെ പറഞ്ഞത് സെയിം, അവർക്ക് നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നോ അത് തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തമിഴ്നാട്ടിലൊക്കെ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ശരി അടി കിട്ടുമെന്നല്ല, ജയിലിൽ 3 മാസം മിനിമം കിടത്തിയേ വിടുള്ളൂ. ഇതിനകത്തുള്ള റെമഡി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ മുമ്പോട്ടേക്ക്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം, വാർത്തയിലേക്ക് പോകാം. ഈ വാർത്ത സത്യത്തിൽ വന്നപ്പോൾ സങ്കടമാണ് തോന്നിയത്. നമ്മൾ എന്താ പറയുക, പെട്ടെന്നൊരു ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മനപ്രയാസം, അത് ഞാൻ ഇവിടെ തുറന്ന് തന്നെ പറയണം. വല്ലാത്തൊരു വിഷമമാണ് നമുക്ക് തോന്നാറ്. പലരും വിചാരിക്കുന്നത്, അത് സാരല്ല, ഒന്ന് തോണ്ടി അതിനിപ്പോൾ എന്താ എന്നൊരു ടോണുണ്ട്. അതുപോലെ അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്തയാണ്, കേൾക്കാം. കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടതാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയെ അപമാനിച്ച തിരുവനന്തപുരം സ്വദേശി കീഴാറും മാന്നാംകോണം എസ് സജീവ് എന്നൊരു വ്യക്തി പിടിയിലായിരുന്നു. ഇന്നലെയാണ് ഇയാളെ പിടിച്ചത്. വൈകിട്ട് 3 മണിക്ക് പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ തൃശ്ശൂരിലേക്ക് പോകാനെത്തിയ യുവതിയാണ് ഇയാൾ കടന്നു പിടിച്ചത്. യുവതി ബഹളം വെച്ചതോടെ കടന്നു കളയാൻ ശ്രമിച്ച പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ ധീരമായ ഒരു പ്രതികരണമായിരുന്നു. പെൺകുട്ടി സമൂഹ മാധ്യമത്തിൽ ആ അനുഭവം വിവരിച്ചത് ആദ്യം ഒന്ന് കേൾക്കാം. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് പറഞ്ഞിട്ട് വന്നു. അപ്പൊ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പം പിടിച്ചപ്പോൾ ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ കാട്ടി വെച്ചാൽ നല്ല സൗണ്ട്. ഞാൻ വീഡിയോ പിന്നെ കാണിക്കാട്ടോ. അപ്പൊ ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയി പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അടുത്തൊരു ചേച്ചിനെ പറയണ്ടായിരുന്നു, സാറിന്റെ മോളെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, സാറില്ല, എന്തായാലും മാല അങ്ങനത്തെ ഒന്നല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന്. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ല സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു, അവരുടെ മാല പൊട്ടിച്ചതല്ല, അവരുടെ ബ്രസ്റ്റിൽ കയറി പിടിക്കാണ് ചെയ്തത് ഞാൻ പറഞ്ഞു. പോലീസുകാരൊക്കെ എനിക്ക് എങ്ങനെയാണ് അവരുടെ നന്ദി പറയേണ്ടതല്ല, ഭയങ്കര നല്ല പോലീസുകാരായിരുന്നു. തുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് സ്റ്റേഷനിലേക്ക് കയറിയപ്പോഴത്തേക്ക് ആള് തുപ്പി കഴിച്ചു ഭയങ്കര മാന്യനായി, ഭയങ്കര അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ആൾ പറയാൻ തുടങ്ങി, അവിടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയുണ്ട്, എന്റെ കുട്ടിയുണ്ട്, എന്റെ ഭാര്യ മക്കൾ പറഞ്ഞത് ഭയങ്കര സൈക്കൂല, അങ്ങനെ ഇങ്ങനെ ആളുടെ പഴംപുരാണ കഥകൾ. എന്തായാലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരനിക്ക് എന്തോ പറയാനുണ്ട്. ആ കുട്ടി പറഞ്ഞത് തീർക്കാൻ വിടണ്ടേ? സ്വദേശി എസ് സജീവ്, അയാളുടെ ചിത്രമാണ് ഇത്. ഈ പെൺകുട്ടി വിവരിച്ച അവർക്കുണ്ടായ അപമാനകരമായ അതിക്രമത്തിന്റെ സംഭവത്തിൽ പിടിയിലായ വ്യക്തിയുടെ ചിത്രമാണിത്. ഇപ്പോൾ ഈ അതിക്രമത്തോട് അതിശക്തമായി പ്രതികരിച്ച പെൺകുട്ടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സഹോദരി, കേൾക്കാം തന്നെ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു പൊതുവിടത്ത് വെച്ച് ഇത്രയും ശക്തമായി പ്രതികരിക്കുകയും ആ പ്രതിയെ പിടികൂടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തത്. എങ്ങനെയാണ് ഇയാളെ ഓടിച്ചിട്ട് പിടിക്കായിരുന്നു? ഞാൻ നാട്ടുകാർക്ക് കൂടി ഓടിച്ച് പിടിക്കാണ്. ഓടി പുറത്താണ് ഇയാളെ എല്ലാവരും കൂടെ ചെറുപ്പക്കാരൊക്കെ കൂടി ഓടി പിടിച്ചത്. ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടു. കുട്ടി തന്നെ ഇയാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ആൾ പിടിച്ചപ്പോൾ ഞാൻ ആളെ കൈ തിരിച്ച് ആളോട് കുറേ നേരം ഓടി. പിന്നെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴാണ് ആളെ ഫേസ് റിവീലാവും മനസ്സിലായപ്പോഴാണ് ആൾ ഓടാൻ തുടങ്ങിയത്. ഈ കഥയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മനസ്സിലാകും. രണ്ടാമത് ഞാൻ ഈ ആണുങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ ഇതിന് തുടർന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ തരോമയോ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ, അതിന് കാരണം എന്താണ് എന്നുള്ളതൊന്ന് പറയാം. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ഇത് പിടികിട്ടത്തില്ല. പെണ്ണുങ്ങൾക്ക് ഇത് മനസ്സിലാവും, കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സെക്സ് ടൂൾ മാത്രമാണോ? നമ്മളെ കൊണ്ട് വേറെ ഒന്നിനും കൊള്ളില്ലേ? നമ്മളെ കണ്ടാൽ ഇതിന് മാത്രമേ പറ്റുള്ളൂ? ഇതാണോ നമ്മളുടെ അസ്തിത്വം? ഇങ്ങനെ തുടങ്ങി നമ്മുടെ ചിന്താധാര വളരെ വളരെ വൾഗറായി പോകാറുണ്ട്. നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്, സത്യത്തിൽ പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു വസ്തുവല്ല. അങ്ങനെ മാനസിക നില തകരാറിലായ കുറേ വൃത്തികെട്ട ലൈംഗിക ഫ്രസ്ട്രേഷൻ പിടിച്ച കുറച്ച് വൃത്തികെട്ട ജന്മങ്ങളുടെ മനോഘടനയുടെ ഇതാണ് അത് എന്ന് ചിന്തിക്കാൻ ആ സമയത്ത് വരത്തില്ല. പകരം വല്ലാത്തൊരു വെറുപ്പ് വരും. ഇവൻ തൊട്ട ഭാഗം ഒരു 100 വെള്ളത്തിൽ പോയി കഴുകാൻ തോന്നും. പല രീതിയിൽ നമ്മൾ മെൻ്റലി ഡിസ്ട്രാക്റ്റ് ആകും. നമുക്ക് സംഭവിക്കുന്ന ഇൻസൾട്ട് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ബാക്കിയെല്ലാം നമ്മൾ സന്തോഷ നിമിഷങ്ങളും നമ്മൾ മറന്നു പോകും. പക്ഷേ ഈ ഇൻസൾട്ട് ഉണ്ടല്ലോ, അത് മരണം വരെ നമ്മളിങ്ങനെ ഓൺ ചെയ്യും. അത് വല്ലാത്ത രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ഇത്തരക്കാർക്കെതിരെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഇവനെ പിടിച്ചു, എന്താണ് കേസ്? ജാമ്യം കിട്ടും. ഒരു 10-14 ദിവസം വേണമെങ്കിൽ, വലിയ വാർത്തയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ 14 ദിവസം റിമാൻഡിൽ കിടക്കും. എന്നതിനപ്പുറം അവന് ജാമ്യം കിട്ടും, അവൻ പുറത്തിറങ്ങും. ഈ കേസിൽ അവനിങ്ങനെ കുറേ നാൾ വാദിക്കും. ഈ പെൺകുട്ടി ഇനി പോകേണ്ടത് ഗവൺമെൻറ്റാണ് ഏറ്റെടുക്കുന്നത്. ഗവൺമെൻറ് വാദിക്കും. അവസാനം എന്താ പറയുന്നത്? ഇത്ര രൂപ ഫൈൻ അടച്ചിറങ്ങിപ്പോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നിയമവ്യവസ്ഥയിലെ ഏറ്റവും വലിയ പരാജയമാണത്.
അതെന്താ ഇപ്പോൾ ഒരാളെ ഒന്ന് തട്ടി അല്ലെങ്കിൽ കൈ തട്ടിയതാണ് എന്നായിരിക്കും ചിലപ്പോൾ വക്കീൽ വാദിക്കുകയുണ്ടാവുക. ഇവൻ്റെ വക്കീൽ ഇവനെ കുറച്ച് മെനക്കെടുത്ത എന്നതിനപ്പുറം ഒന്നുമല്ല. പകരം ഇവൻ്റെ മുഖം റിവീൽ ചെയ്യുക. ഇവൻ്റെ ഭാര്യ ഒരു കാരണവശാലും ഇവന് മാപ്പ് കൊടുക്കരുത്. കാരണം ഒരു പെൺകുട്ടി അവളുടെ സമ്മതമില്ലാതെ അവളുടെ മാറിലേക്ക് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പോലെ ലോക കൂതറ ഫ്രോഡ് വേറെ ഇല്ല. നിനക്ക് തരുന്ന വില തന്നെ എന്താണ്? ഒരു കാരണവശാലും ഒരു ജീവിതം നഷ്ടപ്പെട്ടും ഒരു പിണ്ണാക്കുമില്ല. ഇത്തരക്കാർക്കൊപ്പം നമ്മൾ ജീവിക്കാനേ പോകരുത്. നാളെ നിനക്കൊരു മകളുണ്ടായാൽ അതിനെയും കയറി പിടിക്കും. സംശയിക്കണ്ട, ഒരു മാറ്റവും ഇല്ല. വീട്ടിൽ നിന്റെ അമ്മയെ കണ്ടാലും അവന് കയറി പിടിക്കണമെന്ന് തോന്നും. ഏതൊരു പെണ്ണിനെയും അവൻ പെണ്ണായിട്ടും അവളുടെ ആ ഒരു സ്പെസിഫിക് ലൈംഗിക അവയവത്തിന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ പ്രണയം മൂക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമായി ലൈംഗിക താല്പര്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മാറിൽ പിടിക്കുകയോ ഫോർ പ്ലേയോ ഇതൊക്കെ നടത്തുന്നത്. അല്ലാതെ പബ്ലിക് സ്പേസിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ അതിലേക്ക് പിടിച്ച് അവൻ എന്ത് കിട്ടുമെന്നാണ്. അതിൻ്റെ അർത്ഥം മാനസികമായി അവനെന്തോ ട്രബിളുണ്ട്. അവൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു സൈക്കോ ഉണ്ടല്ലോ, അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ പെൺകുട്ടിയെ മാനസികമായി തകർക്കുക, അവളുടെ മാനസിക നില തകർക്കുക എന്നതിനപ്പുറം ഒന്നുമില്ല. ഞാനൊരാണാണ്, എൻ്റെ ആണധികാരം ഞാൻ അങ്ങനെ കാണിക്കുകയാണ്. ഇവളെ കണ്ടാൽ എനിക്ക് പിടിക്കാം. അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. ഇത്തരക്കാരെ പബ്ലിക്കിലിട്ട് തല്ലുന്നത് കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ കോടതിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചവന് ജാമ്യം കൊടുക്കുന്ന ജഡ്ജിയുടെ മനോഘടനയെ ആലോചിക്കണം. ഈ ഒരിക്കലും കൊടുക്കുക ആ ഒരു 10 മാസത്തേക്കെങ്കിലും അകത്തിടണം. അങ്ങനെ ചെയ്യില്ല. നമ്മൾ കണ്ടതാണ് മസ്താനിയുടെ വിഷയം. അവളുടെ ഡ്രസ് കോഡിലേക്കായിരുന്നു. ഒബ്വിയസ്ലി ഞാനും പറയാറുണ്ട്, പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് കൺസേൺ ചെയ്ത് ഡ്രസ്സ് ഇടുക. അത് പെൺകുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലക്കുന്നത് തെറ്റിദ്ധരിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നതല്ല. നമ്മൾ സ്വതന്ത്രരാണ്. എവിടെയെന്നറിയാമോ? നമ്മുടെ വീടുകളിലാണ്. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ സ്വതന്ത്രരല്ല. കാരണം നമ്മളെ കാണുന്ന കണ്ണുകൾ കാമവെറിയന്മാരുടേതാണ്. അവർക്ക് അമ്മ, പെങ്ങൾ, മക്കളൊന്നും തിരിച്ചറിയില്ല. അവർ നമ്മുടെ വജേനയെ മാത്രം കൺസേൺ ആണ്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം വസ്ത്രം കുറച്ച് നന്നായി തന്നെ ധരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ തഴപ്പുകൾ, മുഴപ്പുകൾ കാണുമ്പോൾ അവന്മാർക്ക് എന്തൊക്കെയോ തോന്നും. അതാണ് ഇത്. ആണുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ. ഇപ്പോൾ ട്രാൻസിലുള്ള കുറേ പേര് ഇങ്ങനെ ഇറങ്ങി നടക്കാണ്, കൊട്ടിപ്പാട് കൊണ്ടുവന്ന് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വന്ന് മർമ്മത്ത് കയറി പിടിച്ചിട്ട് പൈസ ഇടാന്ന് പറയുന്നില്ലേ? നിങ്ങൾ എത്രത്തോളം ഫീലിംഗ് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. ആണുങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ തിരിച്ചു കിട്ടിയെന്ന് ചെയ്തോ സുഖമെന്ന് പറയും. അത് ആ ഒരു കൺസേൺ ഉണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം. അവർ ചെയ്താൽ കുഴപ്പമില്ല, പെണ്ണുങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കിത് മെൻ്റൽ ഇഷ്യൂ ആണ്. അവർക്കിത് ഒരിക്കലും ഒരു സൈക്കോളജിക്കൽ നീഡാണിത്. ഒരിക്കലും അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആണുങ്ങൾക്കിത് ബയോളജിക്കലുമാണ്. ഇത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ നമ്മളുടെ വ്യവസ്ഥകൾ, നമ്മളുടെ സമൂഹം ആ ഒരു രീതിയിലേക്ക് കൺസേൺ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു പെണ്ണിനെ തകരാറിലാക്കാൻ എന്താ പറയണേ? അവളെ ഏറ്റവും മോശമായ രീതിയിൽ അങ്ങ് പറയും. അതേസമയം ഒരാണിനെ പറയാൻ നമ്മൾ അങ്ങനെ പറയൂ? ഇല്ല. അവനെ ചെറുത്താൻ, സാത്താൻ, തക്കാളി, പച്ചച്ചോറ്, മറ്റേ ചോറ്, മറിച്ച ചോറ്, ഇതൊക്കെയല്ലേ പറയുള്ളൂ. പെണ്ണിനെ പറയാൻ ഒരൊറ്റ വാക്കാണ്. ഏറ്റവും ഈസി വേ അതാണ്. അതൊരു പെണ്ണും സഹിക്കത്തില്ല. എല്ലാ പെണ്ണുങ്ങളും അതിൽ വളരെ കൺസേൺഡ് ആണ് എന്നുള്ളതാണ്. ഇന്ന് മാറി മാറി വരുന്നുണ്ട് സൊസൈറ്റി, പയ്യെ പയ്യെ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് തെമ്പുണ്ടാവണം, മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാവണം. ഈ പെൺകുട്ടിയെ പോലും ഉണ്ടാവണം. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ഇത് റിയാക്ട് ചെയ്തതിന് അവിടെ നിന്ന് ആയമ്മ എന്നെ പറയാൻ ഇനിയൊന്നുമില്ല. അതായത് മറ്റ് പെണ്ണുങ്ങളാണ് ഈ പെണ്ണുങ്ങളെ വിലക്കുന്നത്, അത് സാരില്ല എന്ന്. ഇപ്പം ഈ കുട്ടി അതുപോലെ ഒരു അവസ്ഥ നേരിട്ടു. നിങ്ങളെ കൊണ്ടൊരു വാഴയ്ക്കും പറ്റില്ലെങ്കിൽ വായും തുറന്ന് മിണ്ടാതിരുന്നൂടെ? നിങ്ങളെന്തിനാ അഭിപ്രായം പറയും? നിങ്ങളുടെ അഭിപ്രായം ചോദിച്ച് എന്തിനാ തള്ളിക്കൊണ്ട് പറയണേ? അതേസമയം മകളെ നീ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ശക്തി കൂടും. തെറ്റിനെ അവൾ എതിർത്തു എന്നുള്ള ആ ധൈര്യം അവൾക്ക് കൂടുതൽ ഊർജം കൊടുക്കും. മേലിൽ ഒരു പെണ്ണിന് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഈ ഇൻസിഡന്റ് ഉപകരിക്കത്തില്ലേ? അവൻ ഇനി ഒരു പെണ്ണിനെ തൊടാൻ നേരത്ത് 10 വട്ടം ചിന്തിക്കത്തില്ലേ? സവാദ് എന്തുകൊണ്ടാണ് രണ്ടാമത് അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തത്? ആദ്യം ചെയ്തതിനെ എല്ലാവരും കൂടെ പൊലിപ്പിച്ചങ്ങ് മേളിക്കൊണ്ടുപോയി. ഒറ്റ കാര്യമുള്ളൂ, ഖുറാൻ തുറന്നു വെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം. മുസ്ലിമായ ഒരുത്തൻ എന്നുള്ള കൺസേൺ. ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, മനുഷ്യജാതി ഈ ചെയ്ത പ്രവൃത്തിയെ അനുകൂലിക്കാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവന്മാരെയും പിടിച്ചകത്തിടണം. ഇതിനകത്ത് ഒരു ന്യായവുമില്ല. ഇപ്പം 2 വർഷത്തിനിപ്പുറമാണ് മസ്താനിക്ക് നീതി കിട്ടിയത്. കാരണം അവൻ റിപ്പീറ്റ് ചെയ്തു സെയിം തിങ്. അന്ന് അവനെ പിടിച്ചപ്പോഴത്തേക്ക് മസ്താനി വന്നിരുന്നു. ഈ പറഞ്ഞവരാരെങ്കിലും ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു എന്ന് മാപ്പ് പറഞ്ഞോ? ഇല്ല. അവളെ അവഹേളിച്ച ജംഷീർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഇന്ന് നിപ്പുണ്ട്, സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട്. എന്തുമാത്രം വൾഗാരിറ്റിയാണ് ആ പെൺകുട്ടിയുടെ മേലിൽ വാരിച്ചൊരിഞ്ഞത്. ഇരുന്ന് തെറിയായിരുന്നു. നമ്മളെയൊക്കെ അങ്ങനെയാണ്. 2 വർഷം മുമ്പൊക്കെ പറയണത് കേട്ട് കഴിഞ്ഞാൽ
നിസ്സാരമല്ല, അസാധ്യ പറച്ചിലാണ്. പിന്നീട് സത്യം അറിഞ്ഞാൽ പോലും അവർക്ക് അറിയാം, ഈ പറയുന്നവർക്ക് സത്യം അറിയാം. പിന്നീട് നാട്ടുകാരറിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇത് അതവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ സപ്പോർട്ട് പറയുന്നവരെയും സിമിലറായി പണിഷ് ചെയ്യുക, തുറന്ന് കാണിക്കുക ഈ ജന്തുക്കളുടെ മുഖം. സവാദിനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരാണെന്ന് അറിയാമോ? ബസ്സുകളിൽ കയറുമ്പോൾ സുനാ വെച്ച് പെണ്ണുകുട്ടികളെടുത്ത് പ്രോഗ്രാം ചെയ്യുന്നവന്മാർ തന്നെയാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തവനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരു വ്യക്തിക്കൊപ്പം നിൽക്കുന്നവർ അത്രത്തോളം തെറ്റ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ഇത്രയധികം എവിഡൻസ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പിന്നെയും വിശ്വസിക്കാതെ വീണ്ടും ഇരുന്ന് അവർക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരും സെയിം കുറ്റക്കാളികളാണ്. അവരെ സമൂഹത്തിൽ നിന്ന് നീക്കി നിർത്തുക. ഈ പെൺകുട്ടി ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. അവളെ കൊണ്ട് അത് സാധിച്ചത് തന്നെ വലിയ കാര്യം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ അവൾ ഡിഗ്രിക്കാണ്, പക്ഷെ അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്കുണ്ടായ ഒരു അനുഭവം എന്നോട് പങ്കുവച്ചിരുന്നു. അവൾ സ്കൂളിൽ കുട്ടികളെല്ലാം ഇരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആ ജനൽ ഭാഗത്ത്, അവർ പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നുകൊണ്ട് തുണി ഉരിഞ്ഞങ്ങ് കാണിച്ചു. എന്ത് സൈക്കോത്തരമാണോ എന്തോ. ഇവൻ്റെ ലിംഗം കണ്ടാൽ ഛർദ്ദിക്കാൻ വരുമെന്നല്ലാതെ വേറെ എന്ത് തോന്നാനാണ്? ആ കുട്ടികളെ കാണിച്ചാണ്. ഇന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന ആ മോൾ അത് ഓർത്ത് പറയുകയാണ്, എനിക്കിന്നും അതിൻ്റെ ആ വേദന മാറിയിട്ടില്ല. പിറ്റേന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞ് അമ്മയും കൂട്ടിയിട്ട് ഒന്ന് HM കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തു. അന്ന് CCTV ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിന് സൊല്യൂഷൻ HM കണ്ടെത്തി എന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ ചോദിക്കാൻ പോയില്ല, കാരണം അവർക്ക് അത് ഓർക്കുന്നത് വീണ്ടും വേദന ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട്. ഓർത്തു നോക്കൂ, നമ്മൾ ഓരോ പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു വ്യഥയാണ്. ഇതിനെന്താ റെമഡി എന്നറിയാമോ? അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. നമ്മൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുക. നമ്മളെ ചിലപ്പം ഈ കൂടെ നിൽക്കുന്ന ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ വഴക്ക് പറയും. അത് സാരമില്ല, മാലയല്ലേ പോയിരുന്നത്. അവളെ ഉദ്ദേശം പണമാണ്. അവൾക്ക് സ്വർണം പോകുന്നതാണ് വേദന, അല്ല അഭിമാനം പോകുന്നതിനല്ല. അഭിമാനബോധമുള്ള പെണ്ണുങ്ങൾ അങ്ങനെ സമ്മതിച്ചു കൊടുക്കത്തില്ല. നമ്മളുടെ സമ്മതത്തോടു കൂടി നമ്മളെ തൊടുന്നതും നമ്മുടെ സമ്മതമില്ല നമ്മളെ തൊടുന്നതും തമ്മിൽ രാത്രിയും പകലും വ്യത്യാസമുണ്ട്. വിവാഹം കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ പ്രണയത്തിലിരിക്കുന്ന സമയത്തോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഫോർപ്ലേ ഇനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഇത്യാദി ഇതൊക്കെ. അവളെയും ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക, ആ മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം. ഇത് പബ്ലിക്കിൽ ചുമ്മാ നിൽക്കുന്ന ഒരു പെണ്ണെടുത്ത് പോയി അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ സൈക്കോ അല്ലേ? അപ്പം അവന് വേണ്ട ട്രീറ്റ്മെൻറ്റാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാലകത്തി വെക്കാൻ പറയുക. എന്നിട്ട് മുട്ടാൻ കാലുണ്ടല്ലോ അത് വെച്ച് അങ്ങ് കയറ്റി കൊടുക്കുക. അവന് കയറ്റണമെന്നല്ലേ ഉള്ളൂ, ആ കയറ്റൽ മുട്ടുകാല് വെച്ച് കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ മുട്ട വായിലോട്ട് വന്നോളൂ, അതോടെ തീരും അസുഖം. പെണ്ണുങ്ങൾ അതാണ് ചെയ്യേണ്ടത്, പെൺകുട്ടികൾ അതാണ് ചെയ്യേണ്ടത്. 100% പെൺകുട്ടിക്കൊപ്പം തന്നെയാണ്. അവളുടെ ഫോട്ടോ കാണിക്കാത്ത ആ വാർത്താ ഏജൻസിയോട് നന്ദി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം ഈ നാറിയെ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം. എല്ലാവർക്കും അറിയിച്ചു കൊടുക്കും. തൃശ്ശൂർ പോയേക്കുന്നു, തിരുവനന്തപുരത്തുനിന്ന് ഇതുണ്ടാക്കാനായിട്ട്. നാണം ഇല്ലടാ നിനക്ക്? ഇവൻ്റെ ഭാര്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ഉണ്ടായിട്ടും ഇവൻ പോയി ഈ വൃത്തികേട് കാണിച്ചെങ്കിൽ 7 അയലത്തടുപ്പിക്കരുത്. നാളെ നിൻ്റെ കുഞ്ഞിനും നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ വീട്ടിലെ ഏത് പെണ്ണിൻ്റെയും വജൈന മാത്രമേ അവൻ കൺസേൺ ചെയ്യുള്ളൂ. അവന് മറ്റൊന്നും ചിന്ത ഉണ്ടാവത്തില്ല. ഇവനെയൊന്നും വീട്ടിൽ പോലും കയറ്റരുത്. ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ, അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ മനോഘടന ഉള്ളവരാണ് അവസരം കിട്ടുമ്പോൾ ഗോവിന്ദച്ചാമിമാരാവുന്നത്, അവസരം കിട്ടുമ്പോൾ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നത്. 6-7 പേര് ചേർന്നൊരു പെണ്ണിനെ റേപ്പ് ചെയ്യാണ്. ഈ 6 നരാധമന്മാരുടെ മനസ്സൊന്നും ആലോചിക്കണം. ഇവന്മാർക്ക് അമ്മയില്ലേ, സഹോദരിമാരില്ലേ? എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാണ്. എത്ര ഭീകരവും ഭയാനകമാണെന്ന് റിവേഴ്സിലൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. ആണുങ്ങൾ പറയും അയ്യോ ഭയങ്കര സുഖമാണെന്ന്. അങ്ങനെയൊക്കെ തോന്നും, അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. നമ്മുടെ സമ്മതമില്ല നമ്മുടെ ശരീരഭാഗത്ത് തൊട്ട് നിങ്ങൾ സുഖം തേടുന്നതിനെക്കാട്ടി ഇപ്പം മെഴുക് പ്രതിമകളൊക്കെ കിട്ടും. എത്രയോ സൈറ്റുകളുണ്ട്, അവിടെയൊക്കെ കയറി നോക്കിയിരുന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ബാക്കിയുള്ളവരുടെ ശരീരം തൊട്ട് കളിക്കുന്ന എന്തിനാണ്? ആ പെൺകുട്ടി ചെയ്തത് 100% കറക്റ്റാണ്. അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ പെൺകുട്ടികളും അത് കണ്ട് അത് ഫോളോ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. മാറി കയറി പിടിക്കുക, ചന്തി കയറി പിടിക്കുക, തോന്നിവാസം കാണിക്കുക, തുപ്പി കൊടുക്കണം. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയണ പോലെ തുപ്പി തരൂന്നാ പറയുക. അപ്പോൾ പബ്ലിക്ക് തുപ്പി അങ്ങ് ഇട്ട് കൊടുക്കണം. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. അതിൽ പരം ഒരു പണിഷ്മെൻറ്റ് വേറെ ഇല്ല. അതാണ് പെൺകുട്ടികൾ ചെയ്യേണ്ടത്. ആയുധം വെച്ച് നമ്മളെ കൊണ്ട് അടിച്ചു നിൽക്കാൻ പറ്റുന്നിട്ടില്ല വെച്ചാൽ അത് അങ്ങനെ ഒരു കൺസേൺ നമ്മളെ വളർത്തുന്നതുകൊണ്ടാണ്. രണ്ടും ഒരേ ജനനം, ഒരേ രീതിയിൽ. എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ആയിരിക്കണം? കാണാൻ ചന്തമുള്ള, ചേലുള്ള, ക്യൂട്ട് ബബീസ് ആയിരിക്കണം. അതിന് കൂട്ടിന് സോവർലോഡ് വാരി തള്ളുന്നതായിരിക്കണം. ആണുങ്ങൾ പൗരുഷമുള്ളവരായിരിക്കണം. സമൂഹത്തിൻ്റെ നീതിയാണ് ഇരട്ട നീതി. അതുകൊണ്ടാണ് അത് മാറണമെങ്കിൽ നമ്മൾ സ്ട്രെങ്തൻ ആയിരിക്കണം. ഇത് തന്നെ ചെയ്യണം. ആ പെൺകുട്ടിക്ക് എൻ്റെ സല്യൂട്ട് കണ്ടാൽ ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും. അതാണ് കറക്റ്റ്.
ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണം ഓരോ പെൺകുട്ടികളും. ഇപ്പം എന്നോട് ആ കാര്യം പറഞ്ഞ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ളത്, അവിടെ അപ്പം ചാടി ഇറങ്ങണം, കല്ലെടുത്ത് എറിഞ്ഞു കൊടുക്കണം. എറിയുമ്പോൾ തലയ്ക്കും വേറെങ്ങും എറിയരുത്, സൂക്ഷം ആ സാധനത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക. ഇത് കൊണ്ട് ഇനി അവൻ ചിന്തിക്കരുത്. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഞാൻ റീസെൻ്റ്ലി ഒരു സിനിമ കണ്ടപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അവളെ റേപ്പ് ചെയ്തുകൊണ്ട് അവിടെയാണ് തല്ലി അങ്ങോട്ട് തകർത്തേക്കുക സാധനം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അമ്മമാരോടാണ്, ആൺമക്കളുള്ള അമ്മമാരോടാണ് ഞാൻ എൻ്റെ മക്കളോട് ഏറ്റവും കൂടുതൽ പറയണം, നിങ്ങൾ വേറെ എന്ത് ക്രൈം ചെയ്തിട്ട് വന്നാലും ഞാൻ നിങ്ങളുടെ ഭാഗം എന്താണെന്ന് കേൾക്കാനെങ്കിലും ഇരിക്കും. പക്ഷെ ഈ ഒരു ക്രൈമിന് ഒരു ഭാഗവും കേൾക്കണ്ട, എനിക്ക് ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. ആ ഒരു പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അന്ന് തീർന്ന് ഞാൻ തീരും. അതിനപ്പുറം വേറൊന്നും ചിന്തിക്കില്ല ഞാൻ. അത്ര അഡമൻ്റാണ് ഈ ഒരു വിഷയത്തിൽ. ഓരോ അമ്മമാരും അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരവസ്ഥ മാറി കിട്ടും. നമ്മളാണ് നമ്മുടെ മക്കൾക്ക് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് ഈ സവാദിൻ്റെ ഉമ്മ അത് കൃത്യമായി അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ഈ രണ്ടാമതൊരുക്കെ കൂടെ പോയി ഒരു പെണ്ണ് അത് ചെയ്യുമായിരുന്നു. ഇല്ല, ഇപ്പം ഇവൻ്റെ വിഷയം, അവന് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അവന് കുടുംബമുണ്ട്. അവനത് ഓർമ്മയില്ലായിരുന്നു. ആ പെണ്ണിൻ്റെ മുകളിൽ കയറി പിടിക്കുമ്പോൾ, അവളെ ചന്തി കയറി പിടിക്കുമ്പോൾ അവനിക്കത് ഓർമ്മയില്ലായിരുന്നു. ബാക്കി കൊണ്ടൊന്ന് ജാക്കി വെക്കുകയാണ്. ഈ അനുമോളുടെ വിഷയം പറഞ്ഞപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്തതിൻ്റെ റീസൺ, എനിക്ക് ആ തറോമ മനസ്സിലാവുന്നത് കൊണ്ടാണ്, നമ്മളിതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ്. അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിലിനിയിപ്പം വായാടി എന്ന് പറഞ്ഞാലും ചട്ടമ്പി എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. ആ അച്ചടക്കം വേണ്ട എനിക്ക്. അത് നമ്മൾ ഓരോ പെൺകുട്ടികളും തീരുമാനം. ഈ ഒരു വിഷയത്തിൽ ഒരച്ചടക്കവും നമുക്ക് വേണ്ട. നമുക്ക് അങ്ങനെ അച്ചടക്ക സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് വയ്ക്കുക, അടിച്ച് പൊട്ടിച്ചേക്കുക, ഒരു തർക്കവും വേണ്ട. ആര് കൂടെ നിന്നാലും ഇല്ലെങ്കിലും കേസ് വഴക്ക് അത് നടക്കട്ടെ, ഇല്ല ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പെണ്ണെ തൊടുന്നതിന് മുമ്പ് അവൻ്റെ കൈയും വിറയ്ക്കും, മനസ്സും വിറയ്ക്കും. അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.